അതെന്താ ഡിസംബർ മന്തിൽ ട്രേഡ് ചെയ്താൽ? എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് ഡിസംബർ മന്തിൽ ട്രേഡ് ചെയ്യാത്തത് എന്ന്. ICT കോൺസെപ്റ്റ് വെച്ച് ട്രേഡ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് അവർ ഡിസംബർ മന്തിൽ ട്രേഡ് ചെയ്യാറില്ല. കാരണം മൈക്കിൾ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഡിസംബർ മന്തിൽ മാർക്കറ്റ് കണ്ടീഷൻ യൂഷ്വലി അൺപ്രഡിക്റ്റബിളും ലോ ക്വാളിറ്റി ആയിരിക്കും. ഡിസംബർ മന്തിൽ ഒരുപാട് ഹോളിഡേയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെഡ്ജ് ഫണ്ട്സ് ഇവരുടെ മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹൈ വോളിയം മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന പല ICT കോൺസെപ്റ്റും ഈ മാർക്കറ്റിൽ വർക്ക് ചെയ്യില്ല. എൻഡ് ഓഫ് ദ ഇയർ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബുക്ക് ക്ലോസിങ്, ടാക്സ് അഡ്ജസ്റ്റ്മെന്റ്സ്, റീബാലൻസിങ് ഒക്കെ ചെയ്യുക ഈ ഡിസംബർ മന്തിലായിരിക്കും. കൂടാതെ ഇവിടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രാപ്പ് ഉണ്ട്. എൻഡ് ഓഫ് ദി ഇയർ ആയതുകൊണ്ട് തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് മാക്സിമം ഏൺ ചെയ്യാൻ നോക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓവർ ട്രേഡിങ്ങിനും റിവെഞ്ച് ട്രേഡിങ്ങിനും കൂടാതെ അൺനെസസറി ലോസിനൊക്കെ കാരണമാവും. ICT എപ്പോഴും പഠിപ്പിക്കുന്നത് ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കാനാണ്. പകരം നമുക്ക് എൻഡർ ഇയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജേർണൽ നമുക്ക് റിവ്യൂ ചെയ്യാം. നമ്മൾ പാസ്റ്റ് എടുത്ത ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സെറ്റപ്പ് ഒന്നുകൂടി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ICT കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റീവർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ജനുവരി മാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.